ഡീമാർട്ടിൽ പോയത് മെയിനായിട്ട് പാവ് ബണ്ണ് എടുക്കാനാണ്. ഞാൻ ഈ പാവ് ബജിയുടെ മസാല ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാറുണ്ടെങ്കിലും പാവ് ബണ്ണിൻ്റെ കൂടെ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് പുറത്ത് നേടുന്ന രുചി ഞങ്ങൾക്ക് വാങ്ങിച്ചു തരില്ല, വാങ്ങിച്ചു വയ്ക്കാൻ എനിക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ പാവ് ബജി മസാല അധികം ഉണ്ടാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാവ് ബജിയുടെ മസാല നല്ല ഹെൽത്തിയാണ്. കൈ കിട്ടുന്ന വെജീസ് മൊത്തം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ കുറച്ച് അധികം എടുക്കണമെന്നേ ഇല്ലൂ. എന്നിട്ടൊരു പാൻ വെച്ച് ബട്ടർ ഇട്ട് ഗാർലിക്കും ഓണിയനൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി പിന്നെ ഈ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച സാധനം നമ്മുടെ മെയിൻ പാവ് ബജി മസാലയും ആഡ് ചെയ്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്താൽ നമ്മളെ പാവ് ബജി മസാല റെഡിയാണ്. രജിയോട് ചോദിച്ചപ്പോൾ രജി ബണ്ണ് വേണ്ടെങ്കിൽ ചപ്പാത്തി തന്നെ മതി എന്ന് പറഞ്ഞു. അവിടെ രജിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചപ്പാത്തിയും എനിക്ക് ബണ്ണും. ഈ ബണ്ണ് ബട്ടർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം കേട്ടോ. തന്നെ ഗാർണിഷ് പോലെ കുറച്ച് ഉള്ളിയും ലെമണും മല്ലിയിലയും തൂവി ഈ ബണ്ണിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്.